17 വർഷം മുമ്പാണ് ബാഴ്സയ്ക്ക് വേണ്ടി മിന്നും ഫോമിൽ കളിച്ചുകൊണ്ടിരുന്ന ഒരു 20-കാരൻ പയ്യൻ ക്ലബിന്റെ ചാരിറ്റി കലണ്ടർ ഫോട്ടോഷൂട്ടിന് എത്തുകയാണ്. പൊതുവെ നാണം കുണുങ്ങിയായിരുന്ന അവന്റെ കയ്യിലേക്ക് 1 വയസ്സ് പോലും തികയാത്തൊരു കുഞ്ഞിനെ ആ അമ്മ വെച്ചു കൊടുക്കുകയാണ്. വിടർന്ന കണ്ണുകളുള്ള കുഞ്ഞിനെ പരിഭ്രമത്തോടെയാണ് ആ പയ്യൻ തന്റെ കയ്യിലേക്ക് വാങ്ങുന്നത്. പിന്നീട് ആ കുഞ്ഞിന്റെ മേലേക്ക് തെളിനീരിന്റെ തണുപ്പ് പകരുന്നതും അവൻ തന്നെ. അന്നത്തെ ആ 20-കാരൻ പയ്യന്റെ പേര് ലയണൽ ആന്ദ്രേസ് മെസ്സി. ആ മനുഷ്യൻ പകർന്ന തെളിനീരിന്റെ തണുപ്പേറ്റ കുഞ്ഞ് ലമീൻ യമാൽ. ആ സ്നാനത്തെ ജ്ഞാനസ്നാനമെന്നും ആ സ്പർശത്തെ മാന്ത്രിക സ്പർശമെന്നും വിളിക്കുകയാണെങ്കിൽ ഇതാ 17 വർഷങ്ങൾക്കിപ്പുറം അവൻ ലോക ഫുട്ബോളിൽ വരവറിയിച്ചിരിക്കുന്നു. തലതൊട്ടപ്പനായ സാക്ഷാൽ മെസ്സിക്ക് ശേഷം കളിക്കളത്തിൽ കാലുകൾ കൊണ്ട് ഇന്ദ്രജാലം കാട്ടുന്ന ലമീൻ യമാലാണ് ഫുട്ബോളിലെ നെക്സ്റ്റ് ബിഗ് തിങ്. താളമൊത്തൊരു കവിത പോലെ മനോഹരമായിരുന്നു ഫ്രാൻസിനെതിരെ യമാൽ നേടിയ ഗോൾ. മുവാനി ഗോളിന് മുന്നിൽ നിന്ന ഫ്രാൻസിന്റെ നെഞ്ച് തകർത്ത് കളഞ്ഞു ബോക്സിന് പുറത്തുനിന്ന് ക്രോസ് ബാറിന്റെ ഇടതുമൂലയിലേക്ക് മഴവില്ല് വരച്ചിട്ടതുപോലുള്ള ആ പന്ത്. ഒരു 16-കാരന്റെ ആദ്യ മേജർ ടൂർണമെന്റിലെ കന്നി ഗോൾ ഇതിലും മനോഹരമാകുന്നത് എങ്ങനെയാണ്? യൂറോയ്ക്ക് തയ്യാറെടുക്കുമ്പോഴും സ്കൂൾ ഹോംവർക്കുകൾ മുടങ്ങാതെ ചെയ്യുന്ന നല്ല വിദ്യാർത്ഥിയാകാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു ലെമീൻ. എന്നാൽ മൈതാനത്തിലിറങ്ങുമ്പോൾ അവനൊരു ഫ്ലമങ്കോ നർത്തകന്റെ ചുവടുകളുടെ വേഗത്തിലും മെയ്വഴക്കത്തോടെയും പ്രതിരോധത്തെ കീറിമുറിക്കുന്ന മജീഷ്യനാകാറുണ്ട്. യൂറോയിൽ സ്പെയിനിന്റെ ആക്രമണങ്ങളുടെ തുടക്കമോ ഒടുക്കമോ അവനിൽ നിന്ന് തന്നെയായിരുന്നു. ടിക്കിടാക്ക പ്രതാപകാലത്തിന്റെ ഹാങ് ഓവർ മാറാത്ത സ്പാനിഷ് ടീമിനെ അറ്റാക്കിംഗ് ഫുട്ബോളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ കോച്ച് ഫ്യുവന്റെയുടെ വജ്രായുധവും മറ്റാരുമല്ല. അഴിച്ചുവിട്ട കാളക്കൂറ്റിനെ പോലെ എതിർ ടീമിന്റെ ഗോൾ മുഖത്തേക്ക് നിരന്തരം പാഞ്ഞെടുക്കാൻ ലാ റോഹയ്ക്ക് അവസരങ്ങൾ ഉണ്ടാക്കുന്നതും അവൻ തന്നെയാണ്. വിങ്ങുകളിൽ ഒതുങ്ങാതെ മൈതാനത്തിന്റെ എവിടെയും അവനെ പ്രതീക്ഷിക്കാം. ഒന്ന് കണ്ണു തെറ്റിയാൽ, ഒരു ടാക്കിൾ പിഴച്ചാൽ ഗോൾ മുഖത്തേക്ക് ഒരു ക്രോസ് ഉറപ്പ്. അത് മതിയാകും കളിയുടെ വിധി മാറ്റാൻ. ലെമീന്റെ കരിയറിന്റെ ഈ തുടക്കകാലത്തെ സാക്ഷാൽ മെസ്സിയുടെ കരിയറിനോട് ചേർത്ത് പറയുന്നത് യാദൃച്ഛികമായല്ല. മെസ്സി നടന്ന അതേ പാതയിലൂടെയാണ് ലെമീനിന്റെയും പ്രയാണം. ലാമാസിയിൽ നിന്ന് തന്നെയാണ് എല്ലാറ്റിൻ്റെയും തുടക്കം. 6-ാം വയസ്സിലാണ് ലെമീൻ ലാമാസിയിൽ എത്തുന്നത്. മെസ്സിക്ക് റൈക്കടന്ന പോലെ ലെമീന് ചാവിയായിരുന്നു ബാഴ്സ സീനിയർ ടീമിലേക്ക് വാതിൽ തുറന്നു കൊടുത്തത്. പിന്നീട് ഒരു തിരഞ്ഞുനോട്ടമില്ല. 2 മാസങ്ങൾക്ക് മുമ്പ് $270 മില്യൺ എന്ന കണ്ണഞ്ചിപ്പിക്കുന്ന ഓഫർ ലെമീന് വേണ്ടി PSG ബാഴ്സയുടെ ടേബിളിൽ വെച്ചെന്നാണ് സ്പാനിഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. സാമ്പത്തികമായി തകർന്നു നിന്നിട്ട് പോലും അത്രയും വലിയൊരു ഓഫർ നിരസിക്കണമെങ്കിൽ ബാഴ്സയ്ക്ക് ലെമീൻ എന്താണെന്ന് പറയേണ്ടതില്ലല്ലോ. അടുത്ത മെസ്സി എന്ന ലേബൽ കൊടുത്തില്ലെങ്കിലും മെസ്സിക്ക് ശേഷമുള്ള ബാഴ്സ ലെമീനൊപ്പം ദൈർഘ്യമേറിയൊരു യാത്ര തന്നെ സ്വപ്നം കാണുന്നുണ്ട്. ഇത്തവണ യൂറോയിൽ സ്പെയിൻ മുത്തമിട്ടാലുമില്ലെങ്കിലും ഈ ടൂർണമെന്റിന്റെ താരം ലെമീൻ തന്നെയാണ്. പുയോളും മിനിയേസ്റ്റയും ചാവിയും റാമോസും ഉണ്ടായിരുന്ന ആ സുവർണ കാലഘട്ടത്തെ വീണ്ടും സ്വപ്നം കാണുകയാണ് മാഡ്രിഡിലെയും ബാഴ്സലോണയിലെയും സെവിയയിലെയും വലൻഷ്യയിലെയും ലക്ഷക്കണക്കിന് മനുഷ്യർ. ഫൈനലിൽ ഇംഗ്ലണ്ടിനെ നേടാനിറങ്ങുമ്പോൾ ലെമീൻ ആ പഴയ 16-കാരനായിരിക്കില്ല. 17ന്റെ മധുരം കിരീട നേട്ടത്തോടെ തന്നെ ആഘോഷിക്കാനാകട്ടെ. പിറന്നാൾ ആശംസകൾ ലെമീൻ.